ബ്രഹ്മയുഗത്തിൻ്റെ ടീച്ചർ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടീച്ചർ കാണാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ കിച്ചണിൽ സ്നാക്ക് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വാ നമുക്ക് ബ്രഹ്മയുഗത്തിൻ്റെ ടീച്ചർ കാണാം. അപ്പോൾ വരാനൊന്നും മടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ പടം, അപ്പോൾ ഒരു പകുതി ഓക്കെ എന്നാൽ കാണാം എന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഭൂതകാലത്തിൻ്റെ ഡയറക്ടറുടെ സിനിമയാണ്, അപ്പോൾ കംപ്ലീറ്റ് ഫ്ലാറ്റ് എന്നാ വാ ഇപ്പം തന്നെ കാണാതെ. അപ്പോൾ അതെ, ഹെഡ്ഫോൺ വെച്ച് കാണേണ്ടതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ മൊത്തത്തില്? പ്രൊഡ്യൂസേഴ്സ് വിക്രം വേദ. ശരിക്കും മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? പിന്നെ വിഷയം അർജുനശകനാണ് അത് വിഷ്വല്. അത് നോക്കിയാൽ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോലും ആ ഒരു കോൺട്രാസ്റ്റൊക്കെ ആ ഒരു ബിൽഡിംഗ് എടുത്ത് നിൽക്കുന്നുണ്ടേ. ലൈറ്റിങ് പെർഫെക്റ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ അർജുനശോകനെ ശ്രദ്ധിച്ചില്ല, ഞാൻ സറൗണ്ടിങ് ആണ് ശ്രദ്ധിച്ചത്. ഓ മൈ ഗോഡ്, വാട്ട് സിദ്ധാർത്ഥ. ഓ പൊളിയായിരിക്കും. അപ്പോൾ വേറെ ലെവലായിരിക്കും. മണിയുണ്ട് നമ്മുടെ നായികയായിരിക്കും. ഓ വേറെ ലെവലാ. ടീസർ എഡിറ്റിങ് തന്നെ. ഓ ഇതൊക്കെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ളൊരു ഓ ഓ അങ്ങനെ നമുക്ക് ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, ഒരു അത് കൊടുക്കുന്ന ഒരു ഫീല്. ഓ പൊളി പൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നറിയാം, നമുക്കൊരു ഡയലോഗ് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഇതൊന്ന് പോസിബിൾ. ഓക്കെ, നമുക്കൊരു ഡയലോഗ് പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, ആ ഒരു ഫീല്, ഇമോഷൻ, അത് ഇപ്പം ഇതിൽ അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ സെപ്പറേറ്റ്, ഓഡിയോ സെപ്പറേറ്റ്, എന്നിട്ടും അത് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ്. ഇയാളതാ ആദ്യം അർജുനശോകനാണെന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ പുള്ളീനെ അല്ല നോക്കിയത്, ഞാൻ ആ സറൗണ്ടിങ് ആണ് നോക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള അതിൻ്റെ വിഷ്വല്, അതിൻ്റെ ലൈറ്റിങ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോൾ നമുക്ക് ഓക്കെ എന്തൊക്കെ മിസ് ഔട്ട് ചെയ്യാം, പക്ഷെ ഇതിലൊന്നും മിസ് ചെയ്യാനില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എനിക്ക് തോന്നുന്നു ഹൊറർ ഐറ്റം. സാധാരണ നമ്മൾ വിഷ്വൽ കളറിൽ കാണിക്കുമ്പോൾ തന്നെ ഹൊറർ അത്രയും കൺവേ ചെയ്യാൻ ഭയങ്കര പാടായിട്ടുള്ള ഒരു തിങ് ആണ്. ഓക്കെ, ആൻഡ് അനദർ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇതില് എല്ലാ സാധനങ്ങളും അതിൻ്റെതായ ഒരു എംഫസിസ് കിട്ടുന്നുണ്ട്. ഈക്വലി അത് എന്താ പറയാ, അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്കൊരു ഭയങ്കര പ്ലെയിൻ ഫീലാണ് സാധാരണ. ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും അത് എങ്ങനെ ലൈറ്റിങ്, ലൈറ്റിങ്ങും ആ സീൻ സെറ്റ് ചെയ്യുന്ന ഓരോ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ, അത് ആ ഒരു മേക്കേഴ്സിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ മുഴുവൻ സംഭവം ഇരിക്കുന്നത്. അതെന്തായാലും പെർഫെക്റ്റ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിക്രം വേദയുടെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ കേട്ട് അവസാനം ചേട്ടൻ്റെ ഫോണിൽ നമ്മൾ ഫോണിലേക്ക് അതിൻ്റെ അക്കൗണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി കുത്തിയിരുന്ന സിനിമ കണ്ടു. അതൊരു ഫസ്റ്റ് ഭൂതകാലം കാണുന്ന എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. വീട്ടിൽ ഫുള്ള് നമ്മൾ ആൾക്കാരുണ്ടായിരുന്നു, ഓർമ്മയില്ല? സന്തോഷമായിട്ട് നമ്മൾ എല്ലാവരും കൂടി എന്നിട്ട് ഞങ്ങൾ അത്രയും പേര് ഒരു ഹാളിൽ ഇരുന്ന് കണ്ടിട്ട് പോലും അത് ഞങ്ങളെ പേടിപ്പിച്ചു. അത് ഞങ്ങളെ പേടിച്ചത് പറഞ്ഞാൽ ഞങ്ങള് രാത്രി ഇരുന്ന് കാണുമ്പോൾ രാത്രി ഇരുന്ന് കണ്ടത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു നമുക്ക് തോന്നി.
ശരിക്കും നോർമലി ഇപ്പോൾ ഹൊറർ സിനിമ കൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവൾ കാണുന്നുണ്ട് എഴുന്നേറ്റ് അപ്പുറത്ത് മുറി പോകണമെന്ന് പേടിയില്ല. പക്ഷെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ചെങ്കിലും ഒരു പേടി കാണിച്ചതായിട്ട് ഞാൻ കണ്ടത് ആ സിനിമ കണ്ട ശേഷം. ഞാൻ പൊതുവെ അങ്ങനെ എനിക്ക് അതൊന്നും അഫക്ട് ചെയ്യില്ല. കാണുമ്പോൾ ഞാൻ ഞെട്ടുകയോ ചെയ്യും, അത് എനിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. അന്ന് കണ്ടു പേടിച്ചിട്ട് കൊതി മാറാതെ ഞങ്ങൾ അച്ഛൻ്റെ ആപ്പ് മേടിച്ചിട്ട് വീണ്ടും ഈ സിനിമ കണ്ടു, വീണ്ടും പേടിച്ചു. ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് വരുന്ന പെർഫോമൻസ് ആണ്. അതിൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, മണികണ്ഠൻ, പിന്നെ നമ്മുടെ നായിക, എനിക്ക് പേരറിയില്ല, ആരാന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല, എനിക്ക് അത് നെറ്റിൽ നോക്കേണ്ടതായിരുന്നു. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് അറിയാം. അപ്പം എന്താ പറയുക, ജീവനും കൈ പിടിച്ചുകൊണ്ട് അവിടെ കൂടി എങ്ങനെയൊക്കെയോ പോകുന്ന, എനിക്കറിയില്ല, ഒരു സിദ്ധാർത്ഥിന്റെ ആ ഒരു എക്സ്പ്രഷനും ചിരി, ഒരു ജസ്റ്റ് ആ ഒരു എന്താ പറയുക, 1-2 ഷോട്ടിൽ തന്നെ ഇവർ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഏത് ലെവലിലായിരിക്കും. പിന്നെ സിമ്പിളി പറഞ്ഞാൽ മമ്മൂക്ക ഇതിൽ വില്ലനാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ അർജുൻ അശോകനാണ് ഇതിലെ നായകൻ എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇവരെല്ലാവരും ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ആൻഡ് അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഈ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ തോന്നിയത്. ആൻഡ് മമ്മൂക്ക ഇസ് എ ബോണസ്. മമ്മൂക്ക ഈ സിനിമയിൽ ശരിക്കും ഈ സിനിമയെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോണസ് പോയിന്റ് ആണ്. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസിന്റെ കൂടെ മമ്മൂക്കയുടെ ഒരു ഗ്ലിംസ് തന്നെ മതി. ഇറ്റ്സ് ഗോണ ബി സംതിങ്. എന്താ പറയാ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ അല്പം പേടിയുള്ളവരൊന്നും തിയേറ്ററിൽ പോയി സിനിമ കാണരുത് എന്നാണ് പറയാനുള്ളത്. ബിക്കോസ് ഈ ഒരു ടീസർ കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ടെൻഷൻ, ആ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ, അത് ഇനി തിയേറ്ററിൽ പോയി കാണുന്നവരെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പം ഞങ്ങൾ മിക്കവാറും പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ പറ്റിയാൽ അത്ര ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല എന്നുള്ള ഒരു സങ്കടമാണ്. വിഷ്വൽ ട്രീറ്റ് എന്താ പറയാ, വിഷ്വൽ ട്രീറ്റിന് മുന്നായിട്ട് അതൊരു ഹൊറിഫിക് എക്സ്പീരിയൻസ്. മേ ബി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ഹൊറർ സിനിമയിൽ ഇതെന്തായാലും കയറും. കാരണം അത്രയും നമ്മളെ പേടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ടീസർ കണ്ടപ്പോൾ തന്നെ ഭൂതകാലം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ വന്ന ഒരു സിനിമ നമ്മളെ ഇത്രയധികം പിടിച്ചിരുത്തിയെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം പീരീഡിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ഹൊറർ സിനിമയാണത്. ബിക്കോസ് പലരും മറ്റു പല സിനിമകളും പറഞ്ഞെങ്കിലും എന്നിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ, അപ്പം ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് പേടിച്ച ഒരു സിനിമ അതെന്ന് പറയുന്നത് ഭൂതകാലമാണ്. അത് മാത്രമല്ല, ഭൂതകാലത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്വീറ്റ് ചെയ്യാം. ഇപ്പം പ്രേതം, ഭൂതം, പിശാച്, ഹൊറർ തിങ് ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് പോലും ദേ ക്യാൻ സയന്റിഫിക്കലി റീസൺ ചെയ്യാൻ പറ്റും. വാട്ട് എവർ ഹാപ്പൻഡ് ദാറ്റ് ക്യാൻ ബി സയന്റിഫിക്കലി റീസൺ. അപ്പൊ ഇതിൽ ഭ്രമയുഗത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. പിന്നെ അപ്പോൾ ഈ കഥ നടക്കുന്നത് കുറച്ച് പഴയ ഒരു കാലഘട്ടത്തിലാണ്. കേരളത്തിൽ തന്നെ പണ്ടെന്നോ ഒരു മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു വേറൊരു ഷോർട്ട് ഫിലിം ഉണ്ട് ഫഹദ് അഭിനയിച്ച, തിലകൻ സാറും ഫഹദും കൂടിയുള്ള കേരള കഫയുടെ പാർട്ടാണ്. എനിക്ക് അറിയത്തില്ല, എൻ്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. എനിവേ അതും ഒരു മനയായിരുന്നു. അപ്പോൾ ഇനി ട്രെയിലർ കാണാനുള്ളൊരു കാത്തിരിപ്പാണ്. എന്തായാലും മോനെ ഇതൊരു ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. പക്ഷെ ഇപ്പൊ ടീസറൊക്കെ കൊണ്ടുവരുന്ന ഇമ്പാക്ട്, ഇപ്പൊ മലക്കോട്ട വാലിബം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഇമ്പാക്ട്, അതേപോലെ തന്നെയുള്ള ഒരു ഇമ്പാക്ട് ഭ്രമയുഗത്തിനും കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ മേക്കേഴ്സ്. മിസ് ചെയ്യും, തിയേറ്റർ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മിസ് ചെയ്യും. പക്ഷേ അത് വേണമെന്നും അത്ര 100% ഉറപ്പൊന്നും എനിക്കില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, നിങ്ങൾ ഹൊറർ പേടിച്ചിട്ട് കാണാതിരിക്കണം. ലൈക്ക് ഇതിന് തിയേറ്റർ റെസ്പോൺസ് നല്ലോണം കിട്ടണം, ഇതൊരു നല്ല വിജയമുള്ള മൂവി ആവണമെന്ന് എനിക്ക് ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, അപ്പോൾ ഇനിയിപ്പം OTT വരുന്നത് കാത്തിരിക്കണം. അപ്പോൾ ഈ ടീസറിന് കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. So thanks for watching this video. Like, share, channel, subscribe.